ഇന്ന് എടുക്കാൻ പോകുന്നത് MSc യൂണിവേഴ്സിറ്റിയിലെ BBA ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള മാനേജറൽ എക്കണോമിക്സ് ആണ്. ഓൾറെഡി നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ 3rd ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ചാപ്റ്റർ ഈസ് ദ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആണ് യൂണിറ്റ് 3 ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സും അതുപോലെ പിന്നെ ഡിമാൻഡ് അനാലിസിസും ആണ് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ 3 ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് കാണുക. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ബുക്കിൽ ഏറ്റവും കുറച്ച് വൈഡ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരു ചാപ്റ്ററും എന്താണ്, ഈ 3rd ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾ ബുക്കിലുള്ളത് പോലെയല്ല, നമ്മൾ സിംപിളസ്റ്റ് വേല, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സിംപിളസ്റ്റ് വേലാണ് നമ്മൾ എന്ത് ചെയ്യണേ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. എന്താണ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എന്താ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം അല്ലേ. പ്രൊഡക്ഷന്റെ മലയാളം എന്ന് പറയുമ്പോൾ ഉൽപാദനം. നമുക്കറിയാം അല്ലേ, നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ നടത്തണം. ഓക്കെ, so the production implies the provision of goods and services. That is the production എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറക്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതെന്താണ്, നമ്മുടെ അതായത് കൺസ്യൂമേഴ്സിന്റെ വാൺസ് എന്ത് ചെയ്യാണ്, അവരെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് വേണമല്ലോ, നമുക്ക് പ്രൊഡക്ട്സ് വേണമല്ലേ. ഈ പ്രൊഡക്ട്സിനെ പ്രൊഡക്ട്സിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ആ റിസോഴ്സസിനെ, അതായത് അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ആ റിസോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ദ റിസോഴ്സസ് നീഡഡ് ടു ബി ഗിവൺ ദ പ്രൊഡ്യൂസ് എ ഗിവൺ പ്രൊഡക്റ്റ് ഈസ് കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഓക്കെ, എന്താണ് ലാൻഡ്, ദാറ്റ് ഈസ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഓക്കെ, എന്താണ് ലാൻഡ്? ലാൻഡ് എന്താണ്, ഭൂമി അല്ലേ. നമുക്കൊരു ലാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ഇത് നടത്തിക്കൂടെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാം, നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം അല്ലേ. അതാണ് എന്ത് പറയുന്നത്, ദ ലാൻഡിലൂടെ നമുക്ക് പറയുന്നത്. ഓക്കെ, സോ ദ ലാൻഡ് ഈസ് ദ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആൾസോ എന്താണ്, നമ്മൾ ലാൻഡിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്കണോമിക് റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണ് കേട്ടോ. ലാൻഡ് നമുക്ക് തരുന്ന ഒരു എക്കണോമിക് റിവാർഡ് റെന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ലേബർ. ആരാണ് ലേബർ? നമുക്കിപ്പോൾ ഏതൊരു ബിസിനസ് സെഗ്മെന്റ് എടുത്ത് നോക്കിയാലും കറക്റ്റായിട്ട് അവിടെ ആര് വേണം, ഹ്യൂമൻ റിസോഴ്സ് അഥവാ ലേബർ വേണം അല്ലേ. തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് മുന്നോട്ട് പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ദാറ്റ് ഈസ് എന്താണ്, വേജസ് ആണ് അല്ലേ, കൂലിയാണ് നമ്മൾ അവർ കൊടുക്കുക. അവർ ജോലി ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്താണ്, കൂലിയാണ്. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്, ലേബറിൽ പറയുന്നത്. സോ ലേബർ ഈസ് ആൾസോ ദ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം എന്നൊക്കെ പറയില്ലേ. നമ്മളൊരു ബിസിനസ് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, കറക്റ്റായിട്ട് അതിന് നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. സോ ക്യാപിറ്റൽ ഈസ് ആൾസോ ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാപിറ്റൽ ഇൻക്ലൂഡ്. ഒരു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഇത് മാത്രമല്ല, അതിൽ എന്തൊക്കെ ഉണ്ടാവും, മെഷീനറീസ് ആയിരിക്കാം, അതർ തിങ്സ് ആയിരിക്കാം. നമുക്ക് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന എല്ലാ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റുകളെയും നമ്മൾ എന്ത് പറയും, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത് ആൻട്രപ്രണർഷിപ്പ്. ഓക്കെ, എന്താണ് ആൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഒക്കെ എന്താണ്, ഡിഫറെന്റ് പ്ലേസസിലാണ് ഉള്ളത്. നമുക്ക് ഇവരെല്ലാം കറക്റ്റായിട്ട് ടുഗദറായിട്ട് ബ്രോഡ് ടുഗദർ അല്ലേ, എല്ലാതും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് അതൊരു ബിസിനസ്സിലേക്ക് ആക്കി സക്സസ്ഫുൾ ആക്കുന്ന രീതിയിലേക്കാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ആൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ആൻട്രപ്രണർക്ക് അയാളെ ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും കിട്ടുക? ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണ് ഒരു ആൻട്രപ്രണർഷിപ്പിന്റെ റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൊഡക്ഷൻ എന്താന്ന് പറഞ്ഞു, ദെൻ എന്താണ് പ്രൊഡക്ഷന്റെ ഫംഗ്ഷൻ അല്ലേ, ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് എന്ത്, ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് പേര് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ടെക്നിക്കലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാൾ പറഞ്ഞത് വായിച്ചു തരാം. എല്ലർ ക്ലെയിൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് പറഞ്ഞതാണ്, ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ടെക്നിക്കൽ ഓർ എഞ്ചിനീയറിംഗ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഒരു ഇൻപുട്ടിനും ഒരു പ്രൊഡക്റ്റിന്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്, ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫ്ലോ കൺസെപ്റ്റ് ആണ്. ഫ്ലോ കൺസെപ്റ്റ് എന്താ, കറക്റ്റ് ആ ഇൻപുട്ട് വേണമല്ലേ, ആ ഇൻപുട്ട് അവിടെ ഒഴുകണം, ആ ഇൻപുട്ട് കറക്റ്റ് ആയിട്ട് പോകണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കറക്റ്റ് റിസൾട്ട് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫ്ലോ കൺസെപ്റ്റ്. ദെൻ ഫിസിക്കൽ കൺസെപ്റ്റ് എന്താ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് ഫിസിക്കൽ കൺസെപ്റ്റിലൂടെ പറയുന്നത്. ദെൻ ടെക്നോളജി ആൻഡ് ഇൻപുട്ട്. നമുക്ക് കറക്റ്റ് ഇൻപുട്ട് റെഡിയാക്കാൻ അവിടെ എന്താവശ്യമാണ്, ടെക്നോളജീസ്. ഓക്കെ, then എന്താണ്, സം ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. എന്താ ഇവിടെ പറയുന്നത്, ദ ഫാക്ടേഴ്സ് ഓഫ് ലൈക്കിലെ ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ നോട്ട് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്, ഹൈ ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ചില ഇൻപുട്സ് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയുന്നത്. ജസ്റ്റ് പോയിന്റ്സ് ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും? ഷോർട്ട് റൺ പറയുമ്പോൾ എന്താണ്, കുറഞ്ഞ കാലാവധിക്കുള്ളത്. അപ്പൊ ലോങ് റൺ എന്തായിരിക്കും, അത് കൂടുതലായിട്ടുള്ളതില്ലേ. ഈ ഷോർട്ട് റണ്ണിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും, ഫിക്സ്ഡ് ഉണ്ടാവും. ചില സമയത്ത് വേരിയബിൾ ആയിരിക്കാം, ചില സമയത്ത് ഫിക്സ്ഡ് ആയിരിക്കാം. ബട്ട് ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓൾ ഫാക്ടേഴ്സ് വിൽ ബി ഓൾവേസ് ബി വേരിയബിൾ. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും, വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഹിയർ എന്താ പറയുന്നത്, ദ ഷോർട്ട് പീരിയഡ് ആൻഡ് ലോങ് പീരിയഡ് ഉണ്ട്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷനിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഈസ് ദ ചേഞ്ചിങ് ഫാക്ടർ ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ വരുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോബ് ഡെഫ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. കോബ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് കൊണ്ടുവന്ന ഒരു തിയറി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണിത്, കോബ് ഡെഫ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് USA-ലായിരുന്നു. ആൻഡ് ഇവിടെ പറയുന്നത് കൂടുതലായിട്ട് മാനുഫാക്ചറിങ് കൺസേൺസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണിത്, ഈ കോബ് ഡെഫ്ലാസ് പ്രൊഡക്ഷൻ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ്. ഇനി നമുക്ക് പോകാനുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്കാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ പോയാലും എക്കണോമിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അറിയണമെന്നില്ല. സോ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം, എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരുപാട് കാലമായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വ്യക്തിയുണ്ട്. ആ ആൾക്ക് ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഒരു ഭക്ഷണം, അതായത് ഒരു ബിരിയാണിനെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ആ ഒരു ബിരിയാണി അയാളെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അയാളെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സോ അയാൾ എന്തായിരിക്കും അയാളൊരു അവസ്ഥ, അയാൾക്ക് എന്താ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ. അയാൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അത് എടുക്കും, ഒരു എന്ത് ചെയ്യും, അതായത് ഒരു ഇതായിട്ടോ, അതായത് ടേബിൾ ഓഫ് സ്പൂൺ അയാൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫസ്റ്റ് കഴിക്കണ ഒരു നിർവൃതി ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്, അത് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് നല്ല ദാഹമുണ്ട് അല്ലേ, എനിക്ക് നല്ല ദാഹം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു കപ്പ് ഓഫ് ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് ഓൾറെഡി അത് ഭയങ്കര ഒരു ഇതാണ്. ഓക്കെ, അതിൻ്റെ സാറ്റിസ്ഫൈങ് അത്രയും സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഞാൻ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചു, മൂന്നാമത് കുടിച്ചു, നാലാമത് കുടിക്കണ ആ ഒരു സാറ്റിസ്ഫിക്കേഷന് എനിക്ക് ഫസ്റ്റ് കുടിച്ച സാറ്റിസ്ഫിക്കേഷൻ നാലാമത് കുടിക്കുമ്പോൾ ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾ ഗ്രാജുവലി ഡിക്രീസ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മൾ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൺസ്യൂമിങ് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ അവിടെ ഡിക്രീസ് ആയിട്ട് വരികയാണ്. ഓക്കെ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ആദ്യം നല്ല ദാഹം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് 2 കപ്പ് ഓഫ് വാട്ടർ കുടിച്ച ഇതുണ്ടാവില്ല, നാലാമതോ അഞ്ചാമതോ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ. ഓക്കെ, സോ അതാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്തില്, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഈ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേംസ് ക്യാൻ എംപ്ലോയ് ദ ഷോർട്ട് റൺ varying quantity in variable input and given quantity of fixed factor. Okay, the relationship between varying factor of output and known as law of variable proportion. Okay, so ഇതിലിങ്ങനെ ഒരുപാട് ഇതായിട്ട് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ ആയിട്ട് കൊടുത്തത് മാത്രം ഇവിടെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വരുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേണിൽ നമുക്കൊരു ദാറ്റ് ഈസ് ഒരു ഗ്രാഫ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR, TP and MP. Okay, that is TP, AP, MP. TP എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ്, AP ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് MP is മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേണിലെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെക്കുക. അതായത് എങ്ങനെയാണ് ഈ ഗ്രാഫ് സ്കെയിൽ എന്നുള്ളത്. ഇതിന് 3 സ്റ്റേജസ് ആണ് പ്രധാനമായും ഉള്ളത്. ഏതൊക്കെയാണ് മൂന്ന് സ്റ്റേജസ് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻ്റെ വോയിസ് കേൾക്കാൻ. ഓക്കെ, ഫസ്റ്റത്തെ ഗ്രാഫിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയാം? സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 3 സ്റ്റേജസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേജ് 1 എന്താ പറയുന്നത്? TP കണ്ടോ, TP ടോട്ടൽ പ്രൊഡക്റ്റ്. TP ഇൻക്രീസ്, ദാറ്റ് ഇൻക്രീസിങ് റേറ്റ്. TP ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ AP എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് AP എന്താ ചെയ്യുന്നത്? AP ആൾസോ ഇൻക്രീസ് ആൻഡ് MP ആൾസോ ഇൻക്രീസ്. 3ഉം ഇൻക്രീസ് അല്ലേ സ്റ്റേജ് 1 അല്ലേ? 3ഉം ഇൻക്രീസ് ആണ് ഏതിൽ? സ്റ്റേജ് 1. ഓക്കെ, ദെൻ സ്റ്റേജ് 2ലേക്ക് എത്തുമ്പോൾ എന്താ ചെയ്യണത്? TP ഇൻക്രീസ് അറ്റ് ആൻഡ് ഡിക്രീസിങ് റേറ്റ്. TP ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, ഡിക്രീസിങ് റേറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ദെൻ AP എന്താണ്? AP ഈസ് സ്റ്റാർട്ട് ടു ഡിക്രീസിങ്, ഡിക്രീസ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്താ പറഞ്ഞത്? TP ആൾസോ ഇൻക്രീസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് അല്ലേ? TP ഇവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു ഡിക്രീസിങ് റേറ്റിലാണ്. ആൻഡ് MP ആൻഡ് AP ആൾസോ ഇൻക്രീസ്, ബട്ട് എന്താണ് അത് എന്താണ് ഡിക്രീസിങ് റേറ്റിലാണ്. ബട്ട് ഇവിടെ എന്തുണ്ട്? MP ബിക്കം ഫാളിങ്. MP ഇങ്ങനെ ഫാൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? അത് സ്റ്റേജ് 2. ദെൻ സ്റ്റേജ് 3ലേക്ക് പോകുമ്പോൾ എന്താണ്? TP ഈസ് ഗ്രാജുവലി ഡിക്രീസസ്, ഡിക്രീസ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ദെൻ AP എന്താണ് ഇവിടെ ആവുന്നത്? AP ബിക്കം 0, അതായത് AP ഇവിടെ 0 ആവുന്നുണ്ട് ആൻഡ് MP ബിക്കം നെഗറ്റീവ്. ഓക്കെ, ദാറ്റ് AP എന്താണ് ഇവിടെ 0 ആവുന്നുണ്ട്, MP ബിക്കം എന്താണ്? നെഗറ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേജ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 സ്റ്റേജ് ആയിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഇത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് വരുന്നത്. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ ആൾസോ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ ആൻഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് പോസിബിൾ ബൈ ഇൻക്രീസിങ് ഓൾ ഇൻപുട്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമാണിത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ 3 സ്റ്റേജസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, സോ എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ? അതായത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാണ്? ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? ഇസ് മോർ ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കൂടുമ്പോഴാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലാതും എന്തായിരിക്കും? ന്യൂട്രൽ ആവുമ്പോൾ അല്ലേ? ദാറ്റ് ഈസ് എന്താണ് ഇവിടെ പറയുന്നത്? the operation of economies are neutralized by the diseconomies. Okay, neutralized ആവുമ്പോൾ ഉള്ളതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ ആൻഡ് ഗ്രാജുവലി ഇറ്റ് ഡിക്രീസ് ആകുമ്പോൾ നമുക്ക് വരുന്നതാണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ആണ്. അതായത് ആ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആ 3 സ്റ്റേജസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് മതി ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏതൊരു ക്ലാസ് പോലും ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇത് എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് സ്റ്റേജ് ആണ്. ഓക്കെ, അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഐസോകോണ്ട് കേവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഐസോകോണ്ട് കേവ് എന്ന് പറയുന്നത്? എന്താണ് ഐസോകോണ്ട് കേവ് പറയുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു കേവ് ആണ് അല്ലേ? ദാറ്റ് ഈസ് എന്താ ഇവിടെ പറയുന്നത്? ജസ്റ്റ് ഒരു കേവ് ആണ് ഇവിടെ പറയുന്നത്. സോ ഐസോകോണ്ട് കേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് റെപ്രസെന്റിങ് ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഈൽഡിങ് ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടിൻ്റെയും ഒരു ഈക്വൽ പ്രൊഡക്റ്റ് കേവ് എന്നൊക്കെ നമുക്കറിയാം. ഈക്വൽ ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ വരുന്ന ഒരു
ടൈപ്പ് ഓഫ് കേവിനെയാണ് എന്ത് പറയുന്നത്, ഐസോകോണ്ട് കേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു പേരാണ് എന്ത്, ഈക്വൽ പ്രൊഡക്റ്റ് കേവ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരാണ് ഈക്വൽ പ്രൊഡക്റ്റ് കേവ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. ഐസോകോണ്ട് കേവിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഐസോകോണിന്റെ പ്രോപ്പർട്ടി? ഐസോകോണ്ട് കേവ്സ് ആർ കോൺവെക്സ് ടു ഒറിജിൻ. എപ്പോഴും എന്താണ്, അത് കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഐസോകോണ്ട് ഹാവ് നെഗറ്റീവ് സ്ലോപ്പ്. ഐസോകോണ്ട് കേവ് എങ്ങനെയാണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണെന്ന് പറയുന്നത്. ദെൻ ഐസോകോണ്ട് കേവ് നെവർ ഇന്റർസെക്ട് ടു ഈച്ച് അതർ. രണ്ട് കേവും ഒരുമിച്ച് ഇന്റർസെക്ട് ആവില്ല. ഓക്കെ, സോ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഐസോകോണ്ട് നെഗറ്റീവ് സ്ലോപ്പ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്, ആൻഡ് ഐസോകോണ്ട് കേവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, സോ അത്ര കാര്യങ്ങളാണ് ഐസോകോണ്ട് കേവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് കൺസെപ്റ്റുകൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്രൊഡക്ഷൻ്റെ രീതിയിലായിരുന്നു. ഇനി നമ്മൾ കോസ്റ്റ് കൺസെപ്റ്റിലേക്ക് വരികയാണ്. അവിടെ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണി കോസ്റ്റ് ഉണ്ട്, റിയൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഇൻക്രിമെന്റൽ കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അക്കൗണ്ടിങ് കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്. ഓക്കെ, സോ ഇത്ര കോസ്റ്റുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് കോസ്റ്റുകൾ, ഏതൊക്കെയാണ്, എന്താണ് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മണി കോസ്റ്റ്. മണി കോസ്റ്റ് എന്താ മണി പറഞ്ഞല്ലേ, ടോട്ടൽ മണിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇതിനാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മണി കോസ്റ്റ് മീൻസ് ദ ടോട്ടൽ മണി എക്സ്പ്രസ്ഡ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഫേം. അതൊരു മണി കോസ്റ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വാല്യൂ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യൂല, അതിനാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിയൽ കോസ്റ്റ് ആണ് പറയാനുള്ളത്. റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള റേറ്റിന്, അതായത് ആ ഒരു കോസ്റ്റിനാണ് പറയുന്നത് ദ റിയൽ കോസ്റ്റ്. അഥവാ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓർ സാക്രിഫൈസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ പ്രൊഡക്റ്റ്. ഓക്കെ, റിയൽ കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഏകദേശം സെയിം പോലെയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഒരുപോലെ നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പം എന്തായിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, ദ നെക്സ്റ്റ് ബെസ്റ്റ് സാക്രിഫൈസിങ് ഓർ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു അല്ലേ, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ SLC കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. SLC കഴിയുമ്പോൾ നമ്മളെ മുന്നിൽ 3 ഓപ്ഷൻസാണ്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഈ 3 എണ്ണത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. അപ്പം നമ്മളെ മുന്നിൽ ഇപ്പം എക്സാമ്പിളായിട്ട് സയൻസും കൊമേഴ്സും ആണ് മുന്നിൽ ഇങ്ങനെ കളിക്കണേ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുക, എന്താ ഇപ്പം ചെയ്യുക, സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണമെന്നോ. ഇപ്പം ഫൈനലി ഞാൻ ഒരു ഡിസിഷനിലേക്ക് എത്താണ്, കൊമേഴ്സ് എടുക്കാം, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എനിക്കൊരു ഇഷ്ടമുള്ള ഫീൽഡ് കൊമേഴ്സിലായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ അവിടെ അപ്പം എന്താണ് സാക്രിഫൈസ് ചെയ്യുന്നത്, സയൻസിലെ. സയൻസും എന്താണ്, നല്ലൊരു കോഴ്സാണ്, നല്ലതാണ്, കൂടുതൽ പേര് എടുക്കുന്നതാണ്. സോ ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണ്, അത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യണം, അവിടെ സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാത്തോ, ദ ഫോർഗോയിങ് ഓർ ഗിവിംഗ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ കളയാണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് സങ്ക് കോസ്റ്റ്. എന്താ സങ്ക് കോസ്റ്റ് അറിയുന്നത്, ഇറ്റ് ദ കോസ്റ്റ് ഹസ് ഓൾറെഡി ഹാവ് ബീൻ ഇൻകേർഡ് ആൻഡ് വിച്ച് കാനോട്ട് ബി ചേഞ്ച്ഡ് എനി ഡിസിഷൻ മെയ്ഡ് ഓർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമുക്ക് ആ സങ്ക് കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റ് ആണ്, ബട്ട് നമുക്കത് ഭാവിയിലേക്ക് അതിന്റെ ഡിസിഷൻസ് ആ കോസ്റ്റ് മാറ്റാൻ കഴിയാത്ത കോസ്റ്റുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻക്രിമെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷണൽ കോസ്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾക്കാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് അറിയുമ്പോൾ എന്താണ്, ചേഞ്ചിനനുസരിച്ച് അല്ലേ, പാറ്റേണിനനുസരിച്ച് ചേഞ്ചിനനുസരിച്ച് മാറുന്ന കോസ്റ്റുകൾക്കാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ ആക്ച്വലി പേ ചെയ്ത കോസ്റ്റുകളാണ് എന്ത് എക്സ്പ്ലിസിറ്റ് പറയുമ്പോൾ. ഇംപ്ലിസിറ്റ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പേ ചെയ്യാത്ത കോസ്റ്റുകൾ. ഓക്കെ, നോട്ട് പെയ്ഡ് ദ ക്യാഷ് ടു എനി വൺ, അങ്ങനെ നമുക്ക് പറയാം. അതാണ് എന്ത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര ടൈപ്പ് കോസ്റ്റുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ എന്തൊക്കെയാണ് കോസ്റ്റുകൾ, അതെങ്ങനെയാണ് എന്നുള്ളതിന് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് ഫംഗ്ഷനിലേക്ക് പോവുക. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫംഗ്ഷൻ ഇറ്റ് റെഫേഴ്സ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനന്റ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിറ്റർമിനൻസും അതിന്റെ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റും അതിന്റെ വരുന്ന പ്രൊഡക്റ്റിന്റെ ഡിറ്റർമിനൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ
സൂചിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അഥവാ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോസ്റ്റ് ഫംഗ്ഷന്റെ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുകയാണ്. ഒന്ന് അതിന്റെ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, പിന്നെ പ്ലാന്റിന്റെ സൈസ് അല്ലെ, സൈസ് ഓഫ് പ്ലാന്റ്, ദെൻ പ്രൈസ് ഓഫ് ഇൻപുട്ട്, ദെൻ മാനേജറൽ എഫിഷ്യൻസി, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ടൈം അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളൊരു കോസ്റ്റ് ഫംഗ്ഷന്റെ എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ നോക്കാനുള്ളത് കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻ, കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആണ്. ഇത് നിങ്ങൾ ചാപ്റ്ററിൽ ഒരുപാട് വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വൈഡായിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് അത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ആണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അഥവാ TFC എന്ന് പറയും. ഓക്കെ, അതായത് ഫിക്സ്ഡ് കോസ്റ്റുകളെ നമ്മൾ ടോട്ടലി വരുന്ന ഫിക്സ്ഡ് കോസ്റ്റുകളെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതാണ് എന്ത്, TFC. എന്താ TFC എന്ന് പറഞ്ഞാൽ, TFC പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ദ ഫിക്സ്ഡ് കോസ്റ്റ് വിച്ച് റിമൈൻ ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് TFC. എന്തും നമുക്ക് ഇതിനെ പറയാം, ഓവർ ഹെഡ് കോസ്റ്റുകളും നമുക്ക് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് TVC. TVC പറയുമ്പോൾ ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ ആയിട്ട് വരുന്നതാണ് ടോട്ടൽ ഇത്. ഓക്കെ, ദെൻ TC പറഞ്ഞാൽ എന്താ, ടോട്ടൽ കോസ്റ്റ്. ഈ TFCയും TVCയും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ദാറ്റ് ഈസ് TC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TFC, TVC, TC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി പഠിക്കട്ടോ. എന്താണ് TC പറയുമ്പോൾ എന്താണ്, TFC പ്ലസ് TVC ആണ്. അപ്പൊ TFC കാണാൻ എങ്ങനെ, TCയിൽ നിന്ന് TVC കുറക്കുക. അപ്പൊ TVC എങ്ങനെ കാണാം, TCയിൽ നിന്ന് TFC കുറക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിട്ട് തോന്നും, പക്ഷെ നമുക്ക് സിമ്പിളാണ്, പഠിക്കാൻ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് എടുത്തിട്ട് ഇത് പഠിച്ചാൽ മതി. ഇത്ര കാര്യമുള്ളൂ ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഈ നമ്മൾ പറഞ്ഞു അല്ലേ, കോസ്റ്റിന് പറഞ്ഞു, എന്താണ് കോസ്റ്റിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതന്നെ പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റവന്യൂ. എന്താ റവന്യൂ പറഞ്ഞാൽ, വരുമാനം എന്നൊക്കെ പറയില്ലേ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനമാണ് റവന്യൂ പറയണേ. ഈ റവന്യൂ ടോട്ടലായിട്ട് ഇതേപോലെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ദാറ്റ് ഈസ് TR, ആവറേജ് റവന്യൂ ദാറ്റ് ഈസ് AR, മാർജിനൽ റവന്യൂ ദാറ്റ് ഈസ് MR എന്ന് പറയും. ഓക്കെ, എന്തൊക്കെയാണ്, TR ഉണ്ട്, AR ഉണ്ട്, MR ഉണ്ട്. TR എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാണ്ടിറ്റിയും പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്, Q × P, അതാണ് TR. AR എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ റവന്യൂല് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, AR എന്ന് പറയുന്നത്. ഓക്കെ, MR എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോട്ടൽ റവന്യൂ ഇങ്ങനെ അഡീഷണലി ഇൻക്രിമെന്റലി കുറച്ച് കൊണ്ടുവരിക, ദാറ്റ് ഈസ് TRN മൈനസ് TRN -1. സോ നമ്മളെ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഫൈനൽ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, സപ്ലൈ. എന്താണ് സപ്ലൈ പറഞ്ഞാല്, സപ്ലൈ എന്താണ്, വിതരണം അല്ലേ, അതെന്താ, വിൽപ്പന എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് ദ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ദ സപ്ലൈ ഈസ് ദ സിമെട്രിക്കൽ വിത്ത് ദാറ്റ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനോട് തുല്യമായിട്ടുള്ളതാണ് ഇത് സപ്ലൈ അല്ലേ. അത് നമുക്കൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് സെല്ലർ വിഷസ് ടു സെൽ ദ മാർക്കറ്റ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലർ പ്രൈസിൽ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ലോ ഓഫ് സപ്ലൈ പറയുന്നുണ്ട്. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെന്താണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ക്വാണ്ടിറ്റി കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യാണ്, ഇവിടെ പ്രൈസും എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ക്വാണ്ടിറ്റി കുറയുമ്പോൾ പ്രൈസും എന്ത് ചെയ്യാണ്, കുറയാണ്. അപ്പോഴല്ലേ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ദ പ്രൈസ് ആൻഡ് സപ്ലൈ ഈസ് ദ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, പക്ഷേ ഡിമാൻഡ് ഇൻവേഴ്സ് ആണ്, നമ്മൾ ഡിമാൻഡ് അനാലിസിസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ സപ്ലൈ പറഞ്ഞു, ആൻഡ് സപ്ലൈന്റെ ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ വരുന്ന ഒരു ലാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഡിമാൻഡിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സെയിം പോയിന്റ് ആണ് എലാസ്റ്റിസിറ്റിയിലെ, അതായത് ഒരു വിതരണത്തിന്റെ ഇലാസ്തികത എങ്ങനെയാണ് അളക്കുക എന്നുള്ളതാണ് ചോദ്യം. എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈന്റെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ
ഡിമാൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ സപ്ലൈൻ്റെ എലാസ്റ്റിസിറ്റി അളക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് വൈഡ് ചാപ്റ്റർ ആണ്. നമ്മൾ എന്താണ് കോസ്റ്റ് പറഞ്ഞു, പ്രൊഡക്ഷൻ്റെ പറഞ്ഞു, ആൻഡ് സപ്ലൈൻ്റെ ലാസ്റ്റ് സപ്ലൈക്ക് എത്തി. അതുപോലെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താ പറഞ്ഞു, അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാൻ നോട്ട്സ് തയ്യാറാക്കുക. എന്തെങ്കിലും എനി മോർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ താങ്ക് യു.